ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചിത്രത്തിൻ്റെ പേരാണ് ഗുഡ് ലക്ക് ടു യു ലിയോ ഗ്രാൻഡ്. വളരെ ഏടാകുടം പിടിച്ച ഒരു കഥയാണ് ഈ ചിത്രം പറയുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയായ ലിയോയെ കാണിക്കുന്നു. അവൻ തൻ്റെ പഠിത്ത ചെലവിന് ആവശ്യമായ കാശിനായി ഒരു ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്നത് തികയാതെ വരുന്നതോടെ അവൻ മറ്റൊരു ജോലി കൂടി ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ ഒരു കോൾ ബോയ് ആയിട്ടും ജോലി നോക്കുന്നു. തുടർന്ന് ഹീറോയിനെ കാണിക്കുന്നു. അവൾ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച ഹീറോയിൻ തനിയെയുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ച ശേഷം ഹീറോയിൻ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതവും മൊത്തത്തിൽ പരാജയം ആയിരുന്നു. അവൾ ആഗ്രഹിച്ച തരത്തിൽ ഒരിക്കൽ പോലും ഹീറോയിന് ഹസ്ബൻഡിൽ നിന്നും തൃപ്തി ലഭിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയിരിക്കെ അതിനൊരു പരിഹാരമായി ഹീറോയിൻ ഒരു കോൾ ബോയായ ഹീറോയെ തന്നെ ബുക്ക് ചെയ്യുന്നു. അവനെ വെയിറ്റ് ചെയ്ത് ഹീറോയിൻ ആ ഹോട്ടൽ റൂമിൽ ഇരിക്കുകയാണ്. ഹീറോ ആ സമയം തന്നെ ബുക്ക് ചെയ്ത ആ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് വരികയാണ്. വന്ന ശേഷം ഹീറോ അവർക്ക് സ്വയം പരിചയപ്പെടുത്തുന്നു. പറയൂ, നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്ന് ഹീറോ അവരോട് തിരക്കി. പക്ഷെ തനിക്കിതുവരെ ഹസ്ബൻഡല്ലാതെ മറ്റൊരാളുടെ ഒപ്പം ബന്ധം ഉണ്ടായിട്ടില്ല എന്നും അതിനാൽ തനിക്ക് ആവശ്യം തൃപ്തിയാണെന്നും അവൾ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഹസ്ബൻഡിനൊപ്പം കഴിഞ്ഞിട്ട് അത് ഇതുവരെ ലഭിച്ചിട്ടില്ലേ എന്ന് അവൻ ചോദിച്ചു. എന്നാൽ അങ്ങനെ സന്തോഷം കിട്ടാത്ത വിധത്തിലാണെന്നും ഞങ്ങൾക്കിടയിലെ ബന്ധം അവസാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാറാണ് പതിവ്, എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാറ് പോലുമില്ല എന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു. എല്ലാം സഹിച്ച് പിന്നീടുള്ള കാലം താൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയതാണെന്നും ഹീറോയിൻ പറയുന്നു. തുടർന്ന് അതൊക്കെ പോട്ടെ, ഇനി താൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോ സംഗതികൾ തുടങ്ങാനായി പോയി. ആ നേരം ഹീറോയിൻ അവനോട് തനിക്ക് ചെറിയ ടെൻഷനുണ്ടെന്നും കുറച്ചു നേരം ഒന്ന് സംസാരിച്ച ശേഷം തുടങ്ങിയാൽ മതിയെന്നും അവനോട് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ തന്നെക്കുറിച്ച് ആദ്യം അവനോട് പരിചയപ്പെടുത്തുന്നു. താൻ ടീച്ചറായിരുന്നുവെന്നും ഇപ്പോൾ ജോലിയിൽ നിന്നും വിരമിച്ചു, തനിക്ക് 2 മക്കളുണ്ട്, അവർ രണ്ടുപേരും വിദേശത്താണെന്നും അവൾ പറയുന്നു. ശേഷം ഹീറോയെപ്പറ്റി പറയാനായി അവൾ പറഞ്ഞു. ഹീറോ താനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കാര്യവും പഠിക്കാനായി കാശിന് വേണ്ടിയാണ് ഈ തൊഴിൽ കൂടി ചെയ്യുന്നതെന്നും അവരോട് പറയുന്നു. എന്നാൽ അത് കേൾക്കുന്ന ഹീറോയിൻ അപ്പോൾ വീട്ടിലാരും സഹായിക്കാത്തതെന്താ എന്നൊക്കെ അവനോട് തിരക്കുന്നു. പക്ഷെ തൻ്റെ പേഴ്സണൽ വിഷയത്തിലേക്ക് കടക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോ അവരെ വിലക്കിയ ശേഷം ഇനി വന്ന കാര്യത്തിലേക്ക് കടക്കാമെന്നവൻ അവരോട് പറഞ്ഞു. പക്ഷേ ഇന്നിനി വേണ്ട, തനിക്ക് വല്ലാത്ത ടെൻഷനുണ്ടെന്നും മറ്റൊരു ദിവസം നോക്കാമെന്നും അവൾ പറഞ്ഞു. മാത്രമല്ല ഇതിൻ്റെ കാശ് ഞാൻ പേ ചെയ്തതാണെന്നും പോരെങ്കിൽ കൂടുതൽ പണം തന്നേക്കാമെന്നും ഹീറോയിൻ പറഞ്ഞു. പക്ഷേ വന്ന സ്ഥിതിക്ക് ഒരു ചുംബനമെങ്കിലും തരാതെ പോയാൽ മോശമാണെന്ന് കരുതി ഹീറോ ഒരു ചുംബനം മാത്രം കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. തുടർന്ന് മറ്റൊരു ദിവസം അതേ സ്ഥലത്ത് വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി. ഹീറോയിൻ അവനെ അകത്തേക്ക് വിളിപ്പിച്ചു. ഇന്നും സംസാരിച്ചിട്ട് പോകാനാണോ വിളിപ്പിച്ചതെന്ന് അവൻ ചോദിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഞാൻ മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് വന്നതെന്ന് അവർ പറയുന്നു. ശേഷം ഹീറോയിൻ ആവശ്യമായ വിധത്തിലൊക്കെ ചെയ്തോട്ടെ എന്ന് അവൾ ഹീറോയോട് ചോദിച്ചു. അവൻ എങ്ങനെ വേണോ ചെയ്യാമെന്നും സമ്മതിച്ചു. ശേഷം അടുത്തേക്ക് വന്നോളനായി ഹീറോ അവളോട് പറയുന്നു. അങ്ങനെ ഹീറോയിൻ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ ഓടിപ്പോയി ഫോൺ എടുക്കുന്നു. ഹീറോയിൻ്റെ മകളാണ് വിളിക്കുന്നത്. കോളേജിലെ പ്രശ്നങ്ങളും ഫീസ് അടയ്ക്കാനുള്ള കാര്യവുമൊക്കെ പറയാനാണ് മകൾ വിളിച്ചത്. എന്നാൽ മകളുടെ കാൽ കഴിഞ്ഞതോടെ ഹീറോയിന് ടെൻഷനാകാൻ തുടങ്ങി. അവൾക്ക് കുറ്റബോധം വന്നതിനാൽ ഇന്നിനി ഒന്നും വേണ്ട എന്ന് ഹീറോയോട് അവർ പറയുന്നു. പക്ഷേ റിലാക്സായി ഇരിക്കുമെന്നും നമുക്കൊരു പാട്ട് കേട്ട് ഡാൻസൊക്കെ ചെയ്ത ശേഷം നിങ്ങളുടെ മൂഡ് മാറി കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നും ഹീറോ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു. അതിലൂടെ ഹീറോയിൻ്റെ മൂഡ് മാറാൻ തുടങ്ങി. ശേഷം അവൾ ഓക്കെ ആയ ശേഷം അവർ വീണ്ടും സംഗതികൾ ആരംഭിക്കാനായി പോയി. പക്ഷേ വീണ്ടും ഹീറോയിന് മകളുടെ കോൾ വരുന്നു. വീണ്ടും അതേ കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കോൾ കഴിഞ്ഞതും വീണ്ടും ഹീറോയിന് കുറ്റബോധം തോന്നാനും പിന്നൊരിക്കലാകാമെന്നും അവൾ ഹീറോയോട് പറഞ്ഞു. പക്ഷേ ഹീറോ വേഷമൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്നത് കണ്ട് അവർ അവനെ പിന്തിരിപ്പിക്കാനായി തനിക്ക് തീരെ വയസ്സായി എന്നും തൻ്റെ ഒപ്പം കഴിയേണ്ട ഗതികേട് നിനക്ക് വേണോ എന്നൊക്കെ ഹീറോയിൻ അവനോട് ചോദിച്ചു. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കരുതെന്നും ഈ തൊഴിൽ ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, തനിക്ക് കസ്റ്റമറിൻ്റെ തൃപ്തി മാത്രമാണ് മെയിനെന്നും അതിനാൽ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നുള്ളത് ഹീറോ അവരോട് പറയുന്നു. ഞാൻ പൂർണ്ണ സമ്മതത്തോടെയാണ് ഇവിടേക്ക് ഇതിനായി വന്നതെന്നും അതിനാൽ നിങ്ങളൊന്നും ഓർത്ത് കുറ്റപ്പെടേണ്ടെന്നും ഹീറോ പറഞ്ഞു. ശേഷം അവർ വീണ്ടും ചെയ്യാനായി തയ്യാറെടുക്കുന്നു. അങ്ങനെ ഹീറോയിൻ ആവശ്യപ്പെട്ട ഒരു രീതി മാത്രമായി അന്നത്തെ ദിവസം അവർ ചെയ്യുന്നു. ശേഷം തൻ്റെ ആവശ്യം കഴിഞ്ഞ് അവർ അന്നത്തേക്ക് പിരിയുന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് അവർ മൂന്നാമത് വീണ്ടും കാണാനായി തീരുമാനിച്ചു. അങ്ങനെ ഹീറോ വീണ്ടും അവിടേക്കെത്തി. അന്നത്തെ ദിവസം ഹീറോയിന് തീരെ ടെൻഷൻ ഇല്ലായിരുന്നു. അവർ തുടക്കത്തിൽ ധാരാളം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയോട് അവൾ ഒരു കാര്യം തിരക്കുന്നു.
ഇത്രനാൾ നിന്റെ ഒപ്പം കഴിഞ്ഞതിൽ ആരോടെങ്കിലും പ്രത്യേകമായി ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്നും ആരോടെങ്കിലും ഒത്ത് ജീവിക്കാൻ തോന്നിയിട്ടുണ്ടോ എന്നും അവൾ ഹീറോയോട് ചോദിച്ചു. അത് കേട്ട ഹീറോ തനിക്ക് അങ്ങനെ ആരോടും തോന്നിയിട്ടില്ല, എല്ലാവരും തനിക്ക് പണം നൽകിയിട്ടാണ് വിളിക്കുന്നത്, അവരുടെ കയ്യിലെ ഒരു പാവയെപ്പോലെ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ എന്നും അവൻ മറുപടി പറഞ്ഞു. അത് കേട്ട് വല്ലാതെയായ ഹീറോയിൻ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണെന്നും നിന്നോട് പ്രേമം തോന്നിയെന്നും നിന്റെ ഒപ്പം ഇനിയുള്ള കാലം ജീവിക്കാനായി താൻ ആഗ്രഹിക്കുന്നു എന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു. അത് കേട്ട ഹീറോ നീ ഈ പറയുന്നതൊന്നും നടക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണ്ട എന്നും പറയുന്നു. എന്നാൽ താൻ സീരിയസ് ആയാണ് പറഞ്ഞതെന്നും നിന്റെ വീട്ടുകാരെ കണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാം, അതേപ്പറ്റി നീ ടെൻഷനാകണ്ട എന്നും താൻ പറയുന്നത് വിശ്വസിക്ക് എന്നൊക്കെ ഹീറോയിൻ അവനോട് പറഞ്ഞു. കൂടാതെ ഹീറോയുടെ യഥാർത്ഥ പേര് വരെ തപ്പി കണ്ടുപിടിച്ച് അവൾ മനസ്സിലാക്കി വച്ചത് ഹീറോ അറിയുന്നതോടെ അവനാകെ ഷോക്കായി. ശേഷം നീ അപ്പോൾ എന്നെപ്പറ്റി മുഴുവനായി അറിഞ്ഞിട്ടാണ് ഇതിന് ഇറങ്ങിത്തിരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഹീറോ അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. എന്നാൽ നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, നമുക്ക് സുഖമായി ജീവിക്കാം, നീ ഇനി പണത്തിനായി ഈ ജോലിയല്ല ഒരു ജോലിയും ചെയ്യണ്ട എന്നും നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാമെന്നും നമുക്ക് സുഖമായി ജീവിക്കാമെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു. അതൊക്കെ കേട്ട് ഹീറോയ്ക്കാകെ ദേഷ്യം വരുന്നു. നീ ലിമിറ്റ് കഴിഞ്ഞ് പോവുകയാണ്, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, താൻ പോവുകയാണെന്ന് ഹീറോ പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്നും ദേഷ്യത്തോടെ പോയി. അങ്ങനെ വീണ്ടും മാസങ്ങൾ കടന്നുപോയി. അവർ നാലാമതായി വീണ്ടും കാണാൻ പോകുന്നു എന്ന് കാണിക്കുന്നു. ഹീറോയ്ക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നിട്ടും ഹീറോയെ നിർബന്ധം പിടിച്ച് അവനെ ബുക്ക് ചെയ്തതായി കാണിക്കുന്നു. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് ഹീറോയിൻ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. ആ സമയം ഹീറോയിനെ പരിചയമുള്ള ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ആള് അല്ല ഞാൻ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവളെ പറഞ്ഞു വിട്ടു. ശേഷം ഹീറോ അവിടെ എത്തി. അവനൊരു പരിചയവും ഇല്ലാത്ത പോലെ ഹീറോയിനോട് പെരുമാറുന്നു. അവന് വരാനായി തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഹീറോ തന്നെ തീരെ പരിചയമില്ലാത്ത പോലെയും പുതിയ ആളെന്ന നിലയിലും അറിയാത്ത പോലെ സംസാരിച്ചത് ഹീറോയിന് വല്ലാത്ത നിരാശയാകുന്നു. അവൾ തന്നെ ഓർമ്മപ്പെടുത്താൻ നോക്കുന്നത് പോലെ ഹീറോയോട് സംസാരിച്ചു. പക്ഷെ ഹീറോ അതൊന്നും മൈൻഡ് ചെയ്യാതെ താൻ എന്താ വേണ്ടതെന്നും എങ്ങനെയാ വേണ്ടതെന്നുമൊക്കെ അവളോട് ചോദിക്കുന്നു. അത് കേൾക്കുന്ന ഹീറോയിന് വല്ലാത്ത ടെൻഷനായി. അവൾ തൊട്ടു മുമ്പ് പരിചയം പുതുക്കാമെന്ന ആ പെണ്ണിനെ വിളിപ്പിച്ച് സോറി പറയുകയും നീ ഉദ്ദേശിച്ച ആളാണ് ഞാനെന്നും താൻ വന്നത് ഈ കോൾ ബോയ്ക്ക് വേണ്ടി പരിപാടികൾ ചെയ്യാനാണെന്നും ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും ഉള്ള സത്യങ്ങളെല്ലാം അവൾ ആ പരിചയക്കാരിയോട് തുറന്നു പറഞ്ഞു. ഇത് കാണുന്ന ഹീറോയ്ക്ക് അവളോടുള്ള ദേഷ്യം മാറുകയും കുറ്റബോധം ഇല്ലാതെയുള്ള ഹീറോയിൻ്റെ ആ പെരുമാറ്റം അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ശേഷം ഹീറോയിനെയും കൂട്ടി അവൻ റൂമിലേക്ക് പോവുകയും അവിടെ വെച്ച് അവർ രണ്ടുപേരും തകർപ്പൻ പരിപാടികൾ തന്നെ നടത്തുകയും ചെയ്യുന്നു. ശേഷം സംഗതികൾ കഴിഞ്ഞ് ഹീറോ അവരോട് നിനക്ക് പൂർണ്ണ തൃപ്തി കിട്ടിയല്ലോ എന്നും ഇനി തന്നെ വിളിക്കില്ലല്ലോ എന്നും ചോദിക്കുന്നു. പക്ഷേ ഇനി മുതൽ താൻ തീർച്ചയായും വേണ്ടപ്പോഴൊക്കെ നിന്നെ വിളിപ്പിക്കും, കാശ് തന്ന് വിളിക്കാൻ ഇനിയും ശ്രമിക്കുമെന്നും പറഞ്ഞ് ഹീറോയെ അവിടെ നിന്നും യാത്രയാക്കി. ശേഷം കണ്ണാടിക്ക് മുന്നിലായി പോയി നിന്ന ഹീറോയിൻ താൻ ആഗ്രഹിച്ച തൃപ്തി കിട്ടിയതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം അനുഭവിക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിതം അവസാനിച്ചു പോകുമോ എന്നുള്ള ഭയം ഉള്ളതിനാൽ ഹീറോയിൻ ഇതൊക്കെ ചെയ്തതാണെന്നും സ്വയം പറയുന്നതായി കാണിക്കുന്നു. ശേഷം കുറ്റബോധമില്ലാതെ എല്ലാം നടന്നു കഴിഞ്ഞ് ഹീറോയിന് തൃപ്തിയും ലഭിച്ചതോടെ ചിത്രം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.